ഹലോ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ കേൾക്കുന്നത് FM മെഡോണ 39.25. ആടാം പാടാം കേട്ട് രസിക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഫാത്തിമ, തേർഡ് ബി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ്. കേരളം ചെറിയ സംസ്ഥാനമായിട്ടും ഇവിടെ എല്ലാം തരത്തിലുള്ള ഭൂമിശാസ്ത്ര രൂപങ്ങളും കാണാം. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം നമുക്ക് ഓരോന്നിനെയും കുറച്ചു കേട്ടു നോക്കാം. കേരളത്തിന്റെ ഭൂപ്രകൃതി മൂന്നായി തിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് മലയോട് ചേർന്നുള്ള പ്രദേശത്തെ മലനാട് എന്ന് വിളിക്കാം. കേരളത്തിന്റെ കിഴക്കേ അതിരിൽ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നു. ഇവിടെയുണ്ട് കാടുകൾ, വന്യജീവികൾ, വെള്ളച്ചാട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ. പ്രകൃതിയുടെ പൂർണ്ണ പാക്കേജ് തന്നെ. ഇവിടത്തെ മലനിരകൾ മഴയെ പിടിച്ചു നിർത്തുന്നതിനാൽ കേരളത്തിൽ മഴ ലഭിക്കാൻ വലിയ സഹായമാണ്. ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള പ്രദേശത്തെ ഇടനാടെന്ന് വിളിക്കാം. ഇവിടെയാണ് പല ഗ്രാമങ്ങളും പട്ടണങ്ങളും കൃഷിയിടങ്ങളും ഉള്ളത്. തെങ്ങ്, വാഴ, നെല്ല്, റബ്ബർ എല്ലാം ഇവിടെയാണ് കൃഷി ചെയ്യുന്നത്. പുഴകളും ചെറു നദികളും ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്നു. അതുകൊണ്ട് മണ്ണ് വളരെയധികം ഫലഭൂയിഷ്ഠമാണ്. അതുകൊണ്ടാണ് കേരളത്തെ പച്ചപ്പിന്റെ നാട് എന്ന് വിളിക്കുന്നത്. തീരപ്രദേശം കടലിനോട് ചേർന്നുള്ള പ്രദേശത്തെ തീരപ്രദേശം എന്ന് പറയാം. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ അറബിക്കടലിനോട് ചേർന്നതാണ്. ഇവിടെയാണ് നമ്മുടെ മനോഹരമായ ബീച്ചുകൾ. ഉദാഹരണത്തിന് കോവളം ബീച്ച് സൂര്യാസ്തമയം കാണാൻ സൂപ്പർ. തീരപ്രദേശങ്ങളിൽ മീൻപിടുത്തം പ്രധാന തൊഴിലാണ്. കടൽ നമുക്ക് ഭക്ഷണവും ജോലി അവസരങ്ങളും നൽകുന്നു. പക്ഷേ കടൽ മലിനമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് കടലിൽ വലിച്ചെറിയരുത്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് പറഞ്ഞു തന്ന 3Bയിലെ അജയ്, അയാൻ, ബാദ്ഷ എന്നിവർക്ക് നന്ദി. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മുടെ പ്രകൃതിയുടെ ഭാഗമാണ്. അവയെ നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കണം. ഈ പ്രകൃതി സൗന്ദര്യം നശിച്ചാൽ എന്താകും? നമ്മൾ ദുഃഖിക്കും. ടൂറിസ്റ്റുകൾ വരില്ല. മൃഗങ്ങൾക്കും പക്ഷികൾക്കും താമസ സ്ഥലം നഷ്ടമാകും. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ചെറിയ മിഷൻ: മാലിന്യം വലിച്ചെറിയാതെ നോക്കണം. പ്ലാസ്റ്റിക് കുറച്ച് ഉപയോഗിക്കുക. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിച്ചത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക നമ്മുടെയെല്ലാം ഉത്തരവാദിത്വമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മെഡോണ 39.25. ആടാം പാടാം കേട്ട് രസിക്കാം. അടുത്ത പരിപാടിയിൽ വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഫാത്തിമ, തേർഡ് ബി. ബൈ ബൈ കൂട്ടുകാരെ.